ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. ചിന്തകളിലൂടെയാണ് രോഗം ഉണ്ടാകുന്നത്, ആരോഗ്യവും. പുതിയ കാലത്ത് വിപ്ലവാത്മകമായ ഒരുപാട് പഠനങ്ങളിൽപ്പെട്ട ചില കണ്ടെത്തലുകളിൽ പെട്ടതാണ്. പുതിയ കാലത്തെ ആധുനിക പഠനങ്ങളിൽ ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ചിലതാണ്. നാം ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ആരോഗ്യ നിലയാണ് ഒരു മനുഷ്യന് എത്താൻ കഴിയുക, അച്ചീവ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, കുറേ 2, 3, 4 ആളുകൾക്ക് പനിയുള്ള ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് കടന്നു ചെല്ലുന്ന ആളും വിചാരിക്കുന്നു, ഒരുപക്ഷെ ഞാനവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടെ പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രോഗം ആക്സെപ്റ്റ് ചെയ്യുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു മനസ്സുമായി ആ വീട്ടിലേക്ക് ചെല്ലുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പനി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ പൂർണ്ണമായും ഹെൽത്തിയായ മാനസികാവസ്ഥയിൽ പോകുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ അസുഖം വരില്ല എന്ന് മാത്രമല്ല, ആധുനിക ശാഖകളിൽപ്പെട്ട എപ്പിജെനറ്റിക്സ് പറയുന്നത് ജീനുകളിലൂടെ പകരാൻ സാധ്യത, അല്ലെങ്കിൽ ജീനുകളിലുള്ള നമ്മുടെ രോഗങ്ങളെയും രോഗസാധ്യതകളെ പോലും മാറ്റിമറിച്ച് ആരോഗ്യാവസ്ഥയിലേക്ക് പോകുവാൻ കഴിയുന്നു, അത് സാധ്യമാണ്, പോസിബിൾ ആണ് എന്ന തരത്തിലാണ് പുതിയ കാലത്തുള്ള പഠനങ്ങൾ മുഴുവനും നമ്മളോട് പറയുന്നത്. ചിന്തകൾക്കനുസരിച്ചാണ്, ഓരോരുത്തരുടെയും ചിന്തകൾക്കനുസരിച്ചാണ് ആരോഗ്യം നേടാൻ കഴിയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ രാവിലെ 9 മണി മുതൽ ഓഫീസാണെങ്കിലും പുറത്തുള്ള ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്താലും ക്ഷീണിക്കാത്ത ആളുകളുണ്ട്. അതാരാണ്? സ്വന്തം വീടിൻ്റെ പെയിൻറ്റിങ് പണിയെടുക്കുന്ന, സ്വന്തം വീടിന് തൻ്റെ ഭാര്യയെയും മക്കളെയും പ്രിയപ്പെട്ടവരെല്ലാവരെയും കൂട്ടി ആ വീട്ടിൽ താമസിക്കുന്നതിനെക്കുറിച്ചുള്ള നിറമാർന്ന സ്വപ്നങ്ങളുമായി ചിന്തകളുമായി വിഷ്വൽസ് ഉള്ളിൽ വെച്ചുകൊണ്ട് സ്വന്തം വീടിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ എത്ര സമയമായാലും ക്ഷീണിക്കാതിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആരോഗ്യത്തിൻ്റെ ഒരു തലമുണ്ട്. ചിന്തകളിലൂടെയാണ് ആരോഗ്യം നമുക്ക് കടന്നു വരുന്നത് എന്ന് ചുരുക്കം. അതുപോലെ തന്നെയാണ് വിദേശത്ത് പോകുവാൻ ഡേറ്റ് ഫിക്സ് ചെയ്ത ആളുകൾ. പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിദേശത്ത് പോകുവാൻ വേണ്ടി ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അസുഖം വന്നു കഴിഞ്ഞാലും ആ ഡേറ്റ് ആകുമ്പോഴത്തേക്കും പലപ്പോഴും മാറി അവർ യാത്ര പോയത് കണ്ടിട്ടുണ്ട്, പോവാതിരുന്നവരെയും കണ്ടിട്ടുണ്ട്. ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ നിശ്ചിത ഡേറ്റിൽ പോകാൻ സാധിക്കാത്ത ആളുകളെ പരിശോധിച്ചപ്പോൾ ചില സമയത്ത് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വിദേശയാത്ര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് പോകുന്ന വിഷയത്തിൽ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ചിന്തകൾ രോഗത്തെ കൊണ്ടുവന്ന് ആ യാത്രയിൽ നിന്ന് തടസ്സം സൃഷ്ടിച്ചു എന്ന് ചില സൈക്കോളജിസ്റ്റുകൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങളിൽ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണം ഫിക്സ് ചെയ്ത ആളുകൾ, ചില ആളുകൾ അസുഖം വന്നു കഴിഞ്ഞാലും അത് വളരെ പെട്ടെന്ന് മാറുന്ന അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് നമുക്ക് ആരോഗ്യം തരുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പലപ്പോഴും നമുക്ക് തെറ്റി സംഭവിക്കുന്ന ഒരു കാര്യം, എനിക്ക് രോഗം വേണ്ട എന്ന ആ ചിന്തക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മനസ്സിന് വേണ്ട എന്ന് പറയുന്ന അതിൻ്റെ മെസ്സേജ് എടുക്കാൻ കഴിയില്ല. എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് അതിൻ്റെ പരിഹാരം. ഒരുപക്ഷെ 6 മാസം കൊണ്ട് മാറുന്ന ചില അസുഖങ്ങൾ, അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെ മാറിയേക്കാവുന്ന അസുഖങ്ങൾ മനക്കരുത്തുള്ള ആളുകൾക്ക് 3, 4, 5, 6 ഒക്കെ മാസങ്ങൾ കൊണ്ട് പലപ്പോഴും മാറിയതായിട്ട് പല ഡോക്ടർമാരും അവരുടെ കേസ് സ്റ്റഡീസ് വിശദീകരിച്ചു കൊണ്ടുള്ള അവരുടെ അനുഭവങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ മാനസികമായ തലത്തിൽ നിന്നുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ച്, നമുക്ക് വേണ്ട ആരോഗ്യാവസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ആരോഗ്യം വേണ്ട, അല്ലെങ്കിൽ ആ അസുഖം വേണ്ട. നാട്ടിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്ത് ആ അസുഖം എനിക്ക് വേണ്ട, ഈ അസുഖം എനിക്ക് വേണ്ട എന്ന ചിന്തക്ക് പകരം എനിക്ക് ആരോഗ്യാവസ്ഥ വേണ്ടതിനെക്കുറിച്ച് മാത്രമുള്ള പോസിറ്റീവ് ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം നെഗറ്റീവ് ചിന്തകളാണെങ്കിലും പോസിറ്റീവ് ചിന്തകളാണെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിന് ഇതിൽ ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത്, ശരി ഏതാണ്, തെറ്റേതാണ്, നല്ലത് ഏതാണ്, നല്ലതല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഉപബോധ മനസ്സിലില്ലാത്തത് കൊണ്ട്
വേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും അത് മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ മാനസികമായ തലത്തിൽ നിന്നുകൊണ്ട് ആരോഗ്യം നേടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് വേണ്ട ആരോഗ്യനിലയെക്കുറിച്ച് പ്രാർത്ഥനകളിലാണെങ്കിൽ പോലും ഇത് വേണ്ട എന്ന് പറയുന്നതിന് പകരം എനിക്കത് വേണം, ആരോഗ്യാവസ്ഥ വേണം എന്ന പോസിറ്റീവായിട്ടുള്ള ടേംസ് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ കൂടുതൽ കൊണ്ടുവരിക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. നല്ല മാനസിക ആരോഗ്യത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറാം. കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.